മഴമേഘം ചിരിച്ചു വരുന്നു സന്തോഷം, പകർന്നു ആഘോഷം, കളിയും ചിരിയും വിരിഞ്ഞു. റെയിൻബോ റേഡിയോ, റെയിൻബോ റേഡിയോ, റെയിൻബോ റേഡിയോ, റെയിൻബോ റേഡിയോ. കുട്ടികളുടെ സ്വപ്ന ലോകം, പാട്ടും കഥയും കളിയും കൂട്ടുകൂടെ നമുക്ക് നടക്കാം. നിറമുള്ള കഥകൾ പറയും നമ്മൾ, കിളിമൊഴികൾ പാടിയാടി ചിരിച്ചുകൊണ്ട് കേൾക്കാം. റെയിൻബോ റേഡിയോ, റെയിൻബോ റേഡിയോ, റെയിൻബോ റേഡിയോ, റെയിൻബോ റേഡിയോ. കുട്ടികളുടെ സ്വപ്ന ലോകം, പാട്ടും കഥയും കളിയും കൂട്ടുകൂടെ നമുക്ക് നടക്കാം. റെയിൻബോ റേഡിയോയുടെ മുഴുവൻ ശ്രോതാക്കൾക്കും ഇന്നത്തെ പരിപാടിയിലേക്ക് സ്വാഗതം. ഞാൻ അൺമിത്ര VS, എൻ്റെ കൂടെ നമ്മുടെ സ്വന്തം നവനിയും. ഹായ് നവനി, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ്? ഇന്ന് ജൂലൈ 11. എല്ലാ വർഷവും ജൂലൈ 11-നാണല്ലോ നമ്മൾ ലോക ജനസംഖ്യാ ദിനം ആചരിക്കുന്നത്. ഓ, അത് ശരിയാണല്ലോ. 2024 ലോക ജനസംഖ്യ 800 കോടിയിൽ എത്തിയിരിക്കുകയാണല്ലേ? അതെ, അതോടൊപ്പം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമായി നമ്മുടെ സ്വന്തം ഇന്ത്യ രാജ്യം മാറിയിരിക്കുന്നു. ഓഹോ, അപ്പോൾ ജനസംഖ്യയിൽ നമ്മൾ ചൈനയെ മറികടക്കുന്നു അല്ലേ? പുലരാൻ നേരം ജനവാതിൽക്കൽ പുതുതായെത്തും കിളി ചൊല്ലി, അറിയാ നാട്ടിൽ പൊഴിയും മഞ്ഞിൽ തിരയൂ നിന്റെ വഴി. അവിടേം തട്ടി ഇവിടേം തട്ടി ഒരു പൂങ്കൊമ്പിൽ ചേക്കേറി, നഗരം തുന്നിയ മഴവിൽ പാതയിൽ തുടരൂ നിന്റെ ഗതി. രാവ് പകലോരോ നേരത്ത് ഓർമ്മയുടെ ഓളം നീന്തിട്ട് ഓടി അരികാരോ വന്നില്ലേ, മിഴിയൊന്നു തിളങ്ങിയില്ലേ. ഒരു സംശയം ചോദിക്കട്ടെ, ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള രാജ്യം ഏതായിരിക്കും? പുതുതായി ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങുമ്പോൾ നമ്മുടെ സംശയവും കൂടിക്കൊണ്ടേയിരിക്കും. ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള രാജ്യം കുഞ്ഞൻ രാജ്യമായ വത്തിക്കാൻ സിറ്റി തന്നെ. ജനസംഖ്യയുടെ വളർച്ചയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുഞ്ചൻ നമ്പ്യാരുടെ ഒരു കവിതയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. കാലനില്ല കാലം എന്ന കവിത. അങ്ങനെ ഒരു കവിതയുണ്ടോ? എന്നാൽ അതൊന്ന് കേട്ടു നോക്കാം. കാലനില്ലാത്ത കാലം. വൃദ്ധന്മാരൊരു കൂട്ടം നിറഞ്ഞു ഭൂതലം തന്നിൽ, ചത്തുകൊള്ളുവതിനേതും കഴിവില്ല കാലനില്ല. മുത്തച്ഛൻ മുതുക്കൻ്റെ മുത്തച്ഛനിരിക്കുന്നു, മുത്തച്ഛനവനുള്ള മുത്തച്ഛൻ മരിച്ചില്ല. 500 വയസ്സുള്ളോരപ്പൂപ്പന്മാരും ഇപ്പോൾ കുഞ്ഞായിട്ടിരിക്കുന്നു, അപ്പൂപ്പനവർക്കുണ്ട്. കഞ്ഞിക്കു വകയില്ല വീടുകളിലൊരിടത്തും, കുഞ്ഞുങ്ങൾ കെട്ടു 10 പറയരി കൊണ്ടുപോരാ. 10-100 പറ വെച്ചാൽ മുതുക്കന്മാർക്കതു കൊണ്ടങ്ങത്ര മാത്രം 2 വറ്റു വിളമ്പുമ്പോൾ എത്തുമെല്ലാം. 10 കോടി ജനമുണ്ട്, പല്ലു പോയിട്ടൊരു വീട്ടിൽ കൊത്തിവെച്ച പാവ പോലെ തിങ്ങി വിങ്ങി കിടക്കുന്നു. കണ്ണിലെ പോളകൾ കൂടി നരച്ചുള്ള നരന്മാർക്കങ്ങെണ്ണമില്ലേ, വണ്ണമുള്ള പെണ്ണുങ്ങൾക്കുമില്ല എണ്ണം. കണ്ണു കാണാത്തവർ പിന്നെ കാതു കേൾക്കാത്തവർ പിന്നെ കിണ്ണനേക്കാൾ മിനുപ്പുള്ള കഷണ്ടിക്കാരേറെയുണ്ട്. അസ്ഥിയല്ലാതൊരു വസ്തു ശരീരത്തിലവർക്കില്ല,
ദുസ്ഥിതിക്കും കുറവില്ല, ദുർനീലക്കും കുറവില്ല. 10 നാൾ ഭക്ഷിയാഞ്ഞാലും ചത്തുപോകുന്നതുമില്ല. പത്തനങ്ങൾക്കിടം പോരാഞ്ഞെത്ര ദുഃഖം മനുഷ്യർക്ക്. നല്ല കവിത, കണക്കിന് തമാശകളുമുണ്ട്. അതിരിക്കട്ടെ, കനേഷുമാരി എന്ന് കേട്ടിട്ടുണ്ടോ നീ? അറിയില്ല, എന്താണത്? എന്നാൽ ഞാൻ പറയാം. അത് ജനസംഖ്യ കണക്കെടുപ്പാണ്. സെൻസസ് എന്നും പറയും. 10 വർഷം കൂടുമ്പോഴാണ് നമ്മുടെ രാജ്യത്ത് സെൻസസ് നടത്തുന്നത്. ജനസംഖ്യാ ദിനവുമായി ബന്ധപ്പെട്ട ഒരുപാട് അറിവുകൾ നേടാനുണ്ടല്ലോ. പിന്നല്ലാതെ, അങ്ങനെ അറിവുകൾ നേടാനാണല്ലോ നമ്മുടെ വിദ്യാലയത്തിൽ ജനസംഖ്യാ ദിന ക്വിസ് പ്രോഗ്രാം നടത്തുന്നത്. എല്ലാ കൂട്ടുകാരും പങ്കെടുക്കുകയും കൂടുതൽ അറിവുകൾ നേടുകയും ചെയ്യണം. വേറൊരു കാര്യം പറയാൻ മറന്നു. എന്താണത്? നാളെ നമ്മുടെ വിദ്യാലയത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അച്ഛൻ്റെയാട് കാത്തിരുന്നൊരു കാലം പുലരേണം. ഇതിഹാസം തീർക്കാനായി നമ്മൾ ഉണരേണം. വിലയേറിയ വോട്ടുകളാണ് സ്കൂളിനാവശ്യം, നമ്മൾക്കാവശ്യം. നിങ്ങളെ ഓരോ വോട്ടുകൾ നോക്കി നോക്കി കുത്തേണം. നിങ്ങളെ ഓരോ വോട്ടുകൾ നോക്കി നോക്കി കുത്തേണം. പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ വോട്ടിംഗ് മെഷീൻ കാണുമ്പോൾ പല പല ചിഹ്നമുണ്ടാകും, പല പല സ്വിച്ചുകൾ ഉണ്ടാവും. കൺഫ്യൂഷൻ വേണ്ട, ഒട്ടും കൺഫ്യൂഷൻ വേണ്ട. സരസ്വതി വിജയത്തിൻ നേതാവ് ഉയരണം. ഇത്തവണത്തെ നമ്മുടെ സ്കൂൾ തിരഞ്ഞെടുപ്പിൽ ഒരു സർപ്രൈസ് കൂടി ഉണ്ട്. ഓ, അതും ഒരു ബിഗ് സർപ്രൈസ് തന്നെയായിരിക്കും. എന്താണ് ആ സർപ്രൈസ്? നമ്മുടെ പൊതു തിരഞ്ഞെടുപ്പ് പോലെ വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് തന്നെയാണ് ഇവിടെയും വോട്ട് രേഖപ്പെടുത്തൽ നടക്കുക. വളരെ വളരെ നന്നായിരിക്കുന്നു. അത് വേറിട്ട ഒരു അനുഭവം തന്നെയായിരിക്കുമല്ലോ. ഒരു പക്ഷേ സ്കൂൾ ലീഡർ തിരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് മെഷീനിൽ വോട്ട് രേഖപ്പെടുത്തുന്ന വിദ്യാലയം നമ്മുടെ വിദ്യാലയം മാത്രമായിരിക്കും. അതിരിക്കട്ടെ, ആരൊക്കെയാണ് നമ്മുടെ സ്ഥാനാർത്ഥികൾ? മേധ MD, റിയ ഫാത്തിമ, ആലേഖ്, ജിയാന ഫാത്തിമ, ഇഫ ഫാത്തിമ, ശ്രീനാഥ്, സിനാൻ. എല്ലാവർക്കും റെയിൻബോ റേഡിയോയുടെ വിജയാശംസകൾ നേരുന്നു. ബൈ ബൈ. വീണ്ടും നമുക്ക് മറ്റൊരു ദിവസം ഒത്തുകൂടാം. ഓക്കെ. ആരോ നെഞ്ചിൽ മഞ്ഞായി പെയ്യുന്ന നേരം, താനേ വിണ്ണിൽ മിന്നാനൊരുങ്ങുന്നു താരം. ഒരു തൂവൽ തെന്നലുമെല്ലേ മനമാകെ വന്നൊഴിയുമ്പോൾ അറിയാതെ കണ്ണുകളെന്തേ തേടി പെൺമണിയാളെ. ഇനിയുള്ളിനുള്ളിൽ നീലരാവിലായി നറുവെള്ളിത്തിങ്കൾ നാളമായിടാൻ മഴ തുള്ളിച്ചാടും പോങ്കിനാവിലേ ഒരു പുള്ളിക്കുയിലിൻ നീണമായിടാൻ
മനസ്സമാകെയുമെന്നൊരു മാമയിലാടണ പൂവനിയാക്കിയതാരുടെ പാട്ടിലെ മോഹന സാന്ത്വനമേ. കിളിപ്പാട്ടും കുളിർക്കാറ്റും മഴമേഘം ചിരിച്ചു വരുന്നു സന്തോഷം പകർന്നു ആഘോഷം കളിയും ചിരിയും വിരിഞ്ഞു റെയിൻബോ റേഡിയോ റെയിൻബോ റേഡിയോ റെയിൻബോ റേഡിയോ റെയിൻബോ റേഡിയോ കുട്ടികളുടെ സ്വപ്ന ലോകം പാട്ടും കഥയും കളിയും കൂട്ടുകൂടെ നമുക്ക് നടക്കാം. പൂക്കളുടെ നിറമുള്ള കഥകൾ പറയും നമ്മൾ കിളിമൊഴികൾ പാടിയാടി ചിരിച്ചുകൊണ്ട് കേൾക്കാം റെയിൻബോ റേഡിയോ റെയിൻബോ റേഡിയോ റെയിൻബോ റേഡിയോ റെയിൻബോ റേഡിയോ കുട്ടികളുടെ സ്വപ്ന ലോകം പാട്ടും കഥയും കളിയും കൂട്ടുകൂടെ നമുക്ക് നടക്കാം. നാടിൻ വിശേഷവും കിസ്സയും സോറയും അറിവിൻ വെളിച്ചവും രസകരമാം പ്രഭാതവും കളിച്ചുകൊണ്ട് കേൾക്കാം റെയിൻബോ റേഡിയോ റെയിൻബോ റേഡിയോ റെയിൻബോ റേഡിയോ റെയിൻബോ റേഡിയോ കുട്ടികളുടെ സ്വപ്ന ലോകം പാട്ടും കഥയും കളിയും കൂട്ടുകൂടെ നമുക്ക് നടക്കാം. നാടിൻ വിശേഷവും കിസ്സയും സോറയും അറിവിൻ വെളിച്ചവും രസകരമാം പ്രഭാതവും കളിച്ചുകൊണ്ട് കേൾക്കാം റെയിൻബോ റേഡിയോ റെയിൻബോ റേഡിയോ റെയിൻബോ റേഡിയോ റെയിൻബോ റേഡിയോ കുട്ടികളുടെ സ്വപ്ന ലോകം പാട്ടും കഥയും കളിയും കൂട്ടുകൂടെ നമുക്ക് നടക്കാം. നാടിൻ വിശേഷവും കിസ്സയും സോറയും അറിവിൻ വെളിച്ചവും രസകരമാം പ്രഭാതവും കളിച്ചുകൊണ്ട് കേൾക്കാം റെയിൻബോ റേഡിയോ റെയിൻബോ